വീഡിയോ നോക്കിയാൽ ബാക്കി നമുക്ക് സംസാരിക്കാം. திரு சி. ஜோசப் விஜய் அவர்கள் சி. ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன். സത്യപ്രതിജ്ഞ ചടങ്ങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ടി വിയിൽ നിങ്ങൾ ലൈവായിട്ട്. പിന്നെ ഒരു രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ് വന്നത്. നമ്മുടെ ബാഹുബലിയിൽ പ്രൊഫാസ് ഡയലോഗ് പറയത്തില്ലേ, നമ്മൾ അതിനകത്ത് പ്രതിജ്ഞ എടുക്കത്തില്ല, ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ശരിക്കും സിനിമ സ്റ്റൈലാണോ, സിനിമയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയമാണോ എന്ന് പോലും ചിന്തിച്ചു പോയി. സമ്മാതിരിയുള്ള ആ ഒരു ഡയലോഗും ഡെലിവറിയൊക്കെ അങ്ങനെ ആ രീതി തന്നെയാണ്. പക്ഷെ അത് സിനിമയിൽ നിന്ന് വന്ന ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ്. പല ആൾക്കാരും അദ്ദേഹത്തിന് കളിയാക്കുന്നുണ്ട്. ഇവൻ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇവൻ സിനിമ സ്റ്റൈലാണ് മന്ത്രി പദവെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി കണ്ടറിയാം, അങ്ങനെയൊക്കെ നെഗറ്റീവ്സ് ഒക്കെ എപ്പോഴും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിജയ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഗവൺമെന്റ് 10 ലക്ഷം കോടി കടത്തിലാക്കിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് തൂത്ത് പറക്കിയിട്ട് സ്റ്റാലിൻ മാക്സിമം. ഇനി അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് റിപ്പോർട്ട് പുറത്തുവിടും. അതിനുശേഷം വിജയ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയിരിക്കുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് 1 രൂപ പോലും അദ്ദേഹത്തിന് വേണ്ട പൈസ. എന്റെ മന്ത്രിസഭയിൽ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്പോട്ടിൽ നീക്കം ചെയ്യുമെന്ന് മാത്രമല്ല, അങ്ങനെ ആരും ഉണ്ടാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അവരത് മനസ്സിൽ നിന്ന് കളഞ്ഞിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിന് ശക്തമായിട്ടുള്ള ആക്ഷൻ തന്നെ എടുക്കും അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ന് പറയാതെ പറഞ്ഞു അദ്ദേഹം. ഇനി തമിഴ്നാട് അദ്ദേഹം ഒരു വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം. തമിഴ് മക്കളെ അല്ലെങ്കിൽ തമിഴിലുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് ഇത്രയും കോടികൾ 8 കോടി മേലെ ആൾക്കാരും പകുതിയിൽ കൂടുതൽ ആൾക്കാരും ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് ചേർന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നിറവേറ്റുമെന്നാണ് പറയുന്നത്. 1 രൂപ പോലും മക്കൾ പണം വേണ്ടെന്ന് തന്നെയാണ് വിജയേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, വിജയേട്ടൻ നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ 5 അല്ല 10 അല്ല 15 അല്ല തമിഴ്നാട് മൊത്തം അദ്ദേഹത്തിന്റെ കൈ തന്നെയായിരിക്കും. നമ്മൾ